ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 51 സങ്കീർത്തനം 18 വാക്യം. നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ, യെരുശലേമിൻ്റെ മതിലുകളെ പണിയണമേ. പാപം വ്യക്തികളെ മാത്രമല്ല സമൂഹത്തെയും ബാധിക്കുന്നു. ദാവീദിൻ്റെ പാപം അവൻ്റെ സ്വകാര്യമെന്ന് തോന്നാമെങ്കിലും അതിൻ്റെ സ്വാധീനം രാജ്യത്തെയും ജനങ്ങളെയും ബാധിക്കുന്നു. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ, യെരുശലേമിൻ്റെ മതിലുകളെ പണിയണമേ എന്നാണ്. നമ്മുടെ തെറ്റുകൾ കുടുംബം, സഭ, സമൂഹം എന്നിവയെ ബാധിക്കാം. അതുകൊണ്ട് മാനസാന്തരം വ്യക്തിപരമായി മാത്രം ഒതുങ്ങരുത്. മനുഷ്യ ശക്തിയാൽ എല്ലാം പുനഃസ്ഥാപിക്കുവാൻ കഴിയുകയില്ല. തകർന്ന ബന്ധങ്ങൾ, തകർന്ന വിശ്വാസം, തകർന്ന ഹൃദയം ഇവയെ യഥാർത്ഥത്തിൽ പണിയുന്നത് ദൈവകൃപയാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും ചില മതിലുകൾ ഇടിഞ്ഞു പോയിട്ടുണ്ടാകാം. അത് ചിലപ്പോൾ പ്രാർത്ഥനയുടെ മതിലാകാം, വിശ്വാസത്തിൻ്റെ മതിലാകാം, ഐക്യത്തിൻ്റെ മതിലാകാം, വിശുദ്ധിയുടെ മതിലാകാം. എന്നാൽ ദൈവത്തിന് ഇവ വീണ്ടും പണിയുവാൻ കഴിയും. പുനർനിർമ്മാണം പ്രാർത്ഥനയിലൂടെ ആരംഭിക്കണം. ഓരോ പുനർനിർമ്മാണവും ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ആരംഭിക്കപ്പെടണം. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ തകർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാം തിരിച്ചറിയണം, ദൈവം ഇന്നും പണിയുവാൻ ശക്തനാണ്. അവൻ ഇടിഞ്ഞ മതിലുകളെ ഉയർത്തുന്നവനാണ്. അവൻ നഷ്ടപ്പെട്ടതിനെ പുനർനിർമ്മിക്കുന്നവനാണ്. ദാവീദിനെ പോലെ നമുക്കും ദൈവസന്നിധിയിൽ കടന്നു വന്ന് നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം, പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിൻ്റെ കൃപയാൽ ഇടിഞ്ഞു പൊളിഞ്ഞു പോയ മതിലുകളെ പുനഃസ്ഥാപിക്കപ്പെടണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.